ടാങ്ക് റെഡി ആയിട്ടുണ്ട്. അതായത് ഫുള്ള് മെയിലിനെ മാത്രം ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു ടാങ്ക്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ഇവിടെ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. 100 ഉറുപ്പിക ഉണ്ടെന്നുണ്ടെങ്കിൽ 4 ടാങ്ക് കിട്ടും. പിന്നെ 2 വെറൈറ്റി ഗപ്പി മേടിക്കുക, ഒരു ഫുഡും മേടിക്കുക. അത് നമ്മൾ എത്ര രൂപ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെലവാക്കണത്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ ഉദ്ദേശിച്ചുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ വീട്ടിലൊക്കെ ഗപ്പി എല്ലാവരും വളർത്തും. ചിലപ്പോൾ അക്കോറി കടയിൽ നിന്നൊക്കെ കൊടുന്നതിന് വേണ്ടി ഗപ്പി മേടിക്കും. വീട്ടിൽ കൊടുന്നു കഴിഞ്ഞാൽ ഡെഡാവും, കുറച്ച് ദിവസം നിൽക്കും, പിന്നെ ഡെഡാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ മാറും. അതായത് നിങ്ങൾ ധൈര്യത്തിൽ ഫിഷ് എവിടെ നിന്ന് വേണമെങ്കിലും മേടിക്കാം, പക്ഷെ നിങ്ങളെ വീട്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫിഷ് ഡെഡാവില്ല. ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു ഡപ്പപാത്രമാണ്, ഒരു ബ്ലാക്ക് ഡപ്പപാത്രം. അപ്പോൾ ഫസ്റ്റത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് എന്താ പറയുക പൊട്ടാസ്യം ഇട്ടിട്ട് കഴുകണം. അപ്പോൾ പൊട്ടാസ്യം എവിടെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. അപ്പോൾ അവിടുന്ന് നല്ല രീതിയിൽ പൊട്ടാസ്യം ഇട്ട് കഴുകണം. പൊട്ടാസ്യം ഇട്ട് കഴുകണത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ ചളികളും പിന്നെ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മുന്നിലുള്ള ബാക്ടീരിയകളോ ഫംഗസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടാസ്യം ഇട്ട് കഴുകുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും എന്താ പറയുക, ചിലപ്പോൾ ചില ആളുകൾ വീട്ടിൽ പഴയ ഡപ്പ കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ സോപ്പും പൊടിയൊക്കെ ഇട്ട് കഴുകുകയാണെങ്കിൽ തന്നെ അതൊരു 3-4 ദിവസം വെള്ളമിട്ട് അതിൻ്റെ അംശങ്ങളും കാര്യങ്ങളൊക്കെ പോകണം. അപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ ഒരു അക്വേറിയം കടയിൽ നിന്ന് ഞാനടക്കം പണ്ട് പറഞ്ഞതുപോലെ തന്നെ ഞാനടക്കം അക്വേറിയം കടയിൽ നിന്ന് ഫിഷ് മേടിച്ച് കൊണ്ടുവരും, വീട്ടിൽ കൊണ്ടുവരും. ഡയറക്റ്റ് വെള്ളമൊന്നും ചേഞ്ച് ചെയ്യാണ്ട് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കും, നേരെ മീനിടും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ ഫിഷ് റെഡാവും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH-ൻ്റെ പ്രശ്നമാണ്. നല്ല രീതിയിൽ വെള്ളം പിടിച്ചു വെച്ച വെള്ളം, അതായത് നമ്മളിവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ആ കാണുന്ന പാത്രത്തിലാണ് വെള്ളം പിടിച്ചു വെക്കാറ് ഓൾറെഡി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ടാങ്കിക്ക് ഒഴിക്കുക ചെയ്യുക. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബദാമിൻ്റെ ഇല ഓൾറെഡി പിടിച്ചു വെച്ച വെള്ളമുണ്ട്. സാധാ വെള്ളം ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ബദാമിൻ്റെ ഇലൻ്റെ കളറുള്ള വെള്ളം ആഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ടിപ്പ് ഞാൻ ചെയ്തല്ലോ കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു ഫാമുണ്ട്, ഏകദേശം ഒരു 10-60 വലിയ സിമെൻറ്റിൻ്റെ ടാങ്കും അങ്ങനെ വലിയ ഫാമാണ് അസീസിൻ്റെ. അപ്പോൾ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ അവിടെ ഉപയോഗിക്കുന്നതും അവർക്ക് ഫിഷിന് അസുഖങ്ങളും കാര്യങ്ങളും വരാണ്ട് അവൻ കൊണ്ടുനടക്കുന്ന പരിപാടിയാണ് ഈ ബദാമിൻ്റെ ഇല. അപ്പോൾ അവൻ എനിക്ക് പറഞ്ഞത് സത്യസന്ധമായിട്ട് പറയുന്നത്, നമ്മൾ ഒരുപാട് ഫാമിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടാണ് നമുക്കിതൊക്കെ മനസ്സിലായിട്ടില്ലേ. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഒരു ചെറിയ ടിപ്പാണ് ഞാൻ പറയുന്നത്. ബദാമിൻ്റെ ഇലക്ക് ഇട്ട് വെച്ചിട്ടുള്ള ഒരു ടാങ്ക്, ആ ഒരു ടാങ്കിൽ ബദാമിൻ്റെ ഇല ഇട്ട് വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അസുഖങ്ങളും കാര്യങ്ങളും വരുന്നില്ല. pH-ൻ്റെ അത്യാവശ്യം നല്ല വേരിയേഷൻ ഉണ്ട്. കാരണം നമ്മൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ കിണറിൻ്റെ വെള്ളമാണ്. അത്യാവശ്യം എന്താ പറയുക pH ഇരുമ്പിൻ്റെ അംശം കൂടുതലായതുകൊണ്ട് ഫിഷ് റെഡ് ആവാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. ഞാനൊക്കെ ആദ്യം ചെയ്യുമ്പോൾ ഒരുപാട് ഫിഷ് റെഡ് ആയതിനൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മളോട് അസി എന്ന് പറഞ്ഞൊരു ബ്രീഡറാണ് പറഞ്ഞത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവും. അപ്പോൾ നമ്മൾ എന്ത് കഴിഞ്ഞാൽ കുറച്ച് ബദാമിൻ്റെ വെള്ളം ഒഴിച്ചു, ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മെയിലിനൊക്കെ എടുക്കുക, എന്നിട്ട് അതിലിടുക, മെയിലിനൊക്കെ ഇട്ടുക. ഇത്ര കാര്യങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്കും എന്താ പറയുക, അക്വേറിയം കടയിൽ നിന്ന് എവിടുന്ന് ഫിഷിനെ മേടിച്ചിട്ടുണ്ടെന്നാലും ഓൾറെഡി ഞാൻ ഈ പറഞ്ഞ 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒരിക്കലും ഫിഷ് ഉണ്ടാവില്ല. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫംഗസ് ഇല്ലാതെ ഫുഡ് കൊടുക്കുക, മെയിനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഫംഗസ് ഉള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അസുഖം വന്നിട്ട് ഡെഡാവും. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓവർ ഫുഡ് ഇട്ട് കൊടുക്കാണ്ട് കുറച്ച് മാത്രം ഫുഡ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് മിനിയാന്ന് നമ്മളൊരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫിഷ് റെഡായി, എന്നിട്ട് എൻ്റെയൊക്കെ ഫിഷ് മേടിച്ചുകൊണ്ടായി. എൻ്റെയൊക്കെ ഫിഷ് മേടിച്ചുകൊണ്ടായി ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ചെയ്തപ്പോൾ അവർ പറഞ്ഞ് ഒറ്റ ഫിഷ് റെഡാവണമെന്നില്ലാന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ അവർ കാണാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്തതിന് ശേഷം അവർ വീണ്ടും മിനിയാന്ന് വന്നിട്ടാണ് വീണ്ടും ഫിഷ് എടുത്തുകൊണ്ടായത്. അപ്പോൾ ഈ ഒരു കാര്യം അപ്പോൾ എനിക്കിങ്ങനെ പറയണമെന്ന് തോന്നി. ഒരുപാട് ആളുകൾ ഇതേമാതിരി ചെയ്യുന്നുണ്ട്. ഫിഷ് എന്താ പറയുക, ഫിഷ് നമ്മളിപ്പോൾ ഗപ്പി ആണെങ്കിലും ഒരുപാട് ഫാമിൽ നിന്ന് മേടിച്ചുകൊണ്ടിരും, എന്നിട്ട് റെഡാവും. അപ്പോൾ അങ്ങനെയുള്ളൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ എന്താ പറയുക, അവർക്കത് അറിയായിട്ടാണ്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വെള്ളം പിടിച്ചു വെച്ചാൽ മതി, പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. അതിൽ pH കറക്റ്റ് ആവും. പിന്നെ ഓവർ ഫീഡ് ഇട്ട് കൊടുക്കാതിരിക്കുക. അടിയത്തെ അപ്പോൾ നമ്മുടെ മിക്സർ ടാങ്ക് റെഡി ആയിട്ടുണ്ട്. അതായത് ഫുള്ള് മെയിലിനെ മാത്രം ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു ടാങ്ക്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ്. ഒരു 100 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേമാതിരി സെറ്റ് ചെയ്യാൻ പറ്റും. കാണാൻ തന്നെ എന്ത് ഭംഗിയെന്ന് നോക്കി, എല്ലാ മെയിലിനും ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇതേമാതിരി ഇങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ അത് കഴിക്കണ കാണുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ, അത് വെറുതെ ഒന്നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ഇവിടെ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. എയറേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, ഒരു സാധാരണക്കാർക്ക് എല്ലാവർക്കും ചെയ്യാം. ഒരു 4 ഡപ്പപാത്രം ഉണ്ടെങ്കിൽ പോലും ഒരു രസത്തിന് 2 ഗപ്പിനെ കൊടുത്തിട്ട് കഴിഞ്ഞാൽ അത് ബ്രീഡാവും. ആ ബ്രീഡായി മെയിലിനെ മാറ്റിയിടുക, പിന്നെ ഫീമെയിലിനും മാറ്റിയിടുക. ഒരു ആവറേജ് സൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് സെയിലിനാകുമ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒരു വാട്സപ്പിൽ അതിലൊക്കെ ഒന്ന് സ്റ്റാറ്റസ് ഇട്ടൊക്കെ ആൾക്കാർ എന്തായാലും ചോദിക്കും. അപ്പോൾ ഏതൊരു സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഒരു റോൾ മോഡലായിട്ട് ഞാൻ കണ്ടില്ല. ഒരെണ്ണത്തിൽ ഒരു എയറേഷൻ അല്ല, ഇതിലൊരു 100 രൂപ ഉണ്ടാവും. ഒരു 400 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ 4 ടാങ്ക് കിട്ടും. പിന്നെ 2 വെറൈറ്റി ഗപ്പി മേടിക്കുക, ഒരു ഫുഡും മേടിക്കുക.
അത് നമ്മൾ എത്ര രൂപ അങ്ങനെ ഇങ്ങനെയൊക്കെ ചിലവാക്കണത്. അപ്പോൾ നമ്മളൊരു ഹോബിക്കായിട്ട് ഇതിനെ ഇഷ്ടപ്പെടുന്ന ആളുകളൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ രാവിലെ വൈകുന്നേരം എണീക്കുമ്പോൾ ഇതേമാതിരി ഇങ്ങനെ ഒരു രസത്തിന് ഇങ്ങനെ ഫുഡൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസമാവും. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്താ പറയുക, ഇടയ്ക്കൊക്കെ ഇതേമാതിരി നമ്മളെ ഫാം വീഡിയോ വരും. ഇഷ്ടപ്പെടുകയാണെങ്കിലൊക്കെ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. എത്ര ആളുകൾ ഇത് കാണുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ സന്ധിക്കും വരെ വണക്കം, ടാറ്റ ബൈ ബൈ, സി യു ഡിഷു ഡിഷു ഡിഷു.